എടുത്തിട്ടുണ്ടാവില്ല. ആ ഒരു സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴേക്കാണ് ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്ലോ പേസാണ്, സെക്കൻഡ് ഹാഫ് അടിച്ച് കംപ്ലീറ്റ്ലി ആക്ഷൻ നമുക്ക് ഒരു വെടിമുകയില്ലാത്ത ഒറ്റ സീൻ പോലും ഇല്ലെന്ന് പറയാം. ഫസ്റ്റ് ഹാഫിലൊക്കെ ഫുള്ളാണ് ഒരു ഡോൾബി അറ്റ്മോസ് സിസ്റ്റംസിലൊക്കെ വന്ന എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവിയാണ്. നല്ല ക്രാഫ്റ്റിംഗ്, നല്ല വിഷ്വൽസ്, നല്ല മേക്കിംഗ്, ഓവറോൾ ഒരു ഗംഭീര പടം. ധനുഷും പൊളി, ശിവരാജ് കുമാറും പൊളി. അവസാനം 2 പേരുടെ ഒരു മാസം സാധനമൊക്കെ വന്നിട്ടുണ്ട്. ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഇറ്റ്സ് തിയേറ്റർ വാച്ച്. ഒരു വേറൊരു ലെവലാണല്ലോ, അത് വേറൊരു ഡിഫറെൻറ്റ് രീതിയിലാണ് ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതും വേറൊരു രീതിയിലാണ്. അടിപൊളിയായിട്ട് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഹാപ്പിയാണ്. ഒരു കുമ്പൊന്നും പടത്തിലില്ല, ആവറേജ് ഒന്ന് കാണാം, അത്രേ ഉള്ളൂ. ധനുഷ് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഓവർ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ചെയ്ത് ഭയങ്കര ഒരു ഹൈപ്പാക്കി കിട്ടുന്നു. പക്ഷേ എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ട്രെയിലർ കണ്ട ആ പടം കിട്ടിയില്ല കേട്ടോ. പടം ഗംഭീരമായിരുന്നു. ഇത് ജയിലറിന് ശേഷം മറ്റൊരു ശിവരാജ് കുമാർ അഴിഞ്ഞാട്ടമാണ്. കന്നഡ ഇൻഡസ്ട്രിയിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ റോക്കി ബായിക്ക് ശേഷം ശിവരാജ് കുമാറാണ് ഈ ഒരു എൻട്രിയിലേക്ക് വരുന്നത്. ജയിലറിൽ തന്നെ പുള്ളിയുടെ ക്യാമിയോ, മോഹൻലാലിൻ്റെ ക്യാമിയോടൊപ്പം തന്നെ വളരെ നമ്മൾ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു വേഷമാണ് ശിവരാജ് കുമാറിൻ്റെ. പിന്നെ ധനുഷിനെ നമ്മൾ എടുത്തു പറയാനില്ല. ഇപ്പോഴത്തെ കഥയുടെ സെലക്ഷനും പുള്ളി എടുക്കുന്ന സബ്ജക്റ്റും വളരെ വ്യത്യസ്തമായ, ആരും എടുക്കാൻ ധൈര്യപ്പെടാത്ത ചില കഥകളാണ് ഇതിലെടുക്കുന്നത്. ഈ പടത്തിലും സാധാരണ വെട്രിമാരൻ്റെ സിനിമയിലോ മറ്റ് കാർത്തിക് സുബ്രാജിൻ്റെ പടങ്ങളിലോ കാണുന്ന പോലെ ഒരു താഴെയുള്ള ഒരു പൊളിറ്റിക്സ് പറയുന്നുണ്ട്, പാവപ്പെട്ടവരുടെ പൊളിറ്റിക്സ് പറയുന്നുണ്ട്. പക്ഷേ അത് സിനിമ ആ ഒരു രാഷ്ട്രീയം പറയുന്ന രീതിയിലല്ല എടുത്തിരിക്കുന്നത്. ഓരോ നിമിഷവും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും വളരെ മികച്ചു നിൽക്കുന്ന രീതിയിലാണ് ഈ സിനിമ വന്നിരിക്കുന്നത്. എല്ലാവരും മസ്റ്റായിട്ട് കാണേണ്ട ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ക്യാപ്റ്റൻ മില്ലർ. ധനുഷ് അതിഗംഭീരം. ധനുഷ് പല കാലഘട്ടത്തിലെ പല ഗെറ്റപ്പിലായിട്ടാണ് വരുന്നത്. ആ കഥ എടുത്തിരിക്കുന്ന രീതി തന്നെ ഒരു ഇംഗ്ലീഷ് മൂവി സ്റ്റൈലാണ്. നമ്മൾ കാണാം ഓരോ പാർട്ടായിട്ട് ഓരോ പാർട്ടിന് സെപ്പറേറ്റ് എന്താ പറയുക ഒരു ഹെഡിങ് ഒക്കെ കൊടുത്ത് ആ രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കഥയാണ്. പക്ഷേ ഇതിൽ ബാക്ക് ആൻഡ് ഫോർത്ത് ഒരുപാട് മൂവ്മെൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ പടത്തിനെ ബാധിക്കും. പക്ഷേ ഈ പടം നല്ല ഫ്ലോയിലാണ് പോകുന്നത്. അതിൻ്റെ ചില ഘട്ടങ്ങളിൽ നമ്മൾ ഡൗൺ ആവും എന്ന് തുടങ്ങുന്നിടത്ത്. പിന്നെ ആക്ഷൻ രംഗങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആ അമ്യൂണിഷൻ, അതായത് ആയുധങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന രീതി, ആ മിലിറ്ററി അറ്റാക്കിൻ്റെ രീതി ഒന്നും വളരെ പഠിപ്പിക്കാതെ ഈ സിനിമയിൽ തന്നെ എനിക്ക് അറിയാൻ കഴിയുന്നത് 100-ലധികം ഒറിജിനൽ എക്സ്പ്ലോഷൻസ് ഈ സിനിമയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഒറിജിനൽ എക്സ്പ്ലോഷൻസിൻ്റെ ഗ്രാഫിക്സിൻ്റെ യാതൊരു ഗിമ്മിക്കും ഇല്ലാതെ ഒറിജിനൽ ഫൈറ്റാണ് സിനിമയിൽ ഉടനീളം കാണാൻ കഴിയുന്നത്. വളരെ മികച്ച രീതിയിലുള്ള ഒരു ആക്ഷൻ പൊളിറ്റിക്കൽ എൻ്റർടൈനറാണ് ക്യാപ്റ്റൻ മില്ലർ. താങ്ക് യു. സെക്കൻഡ് ഹാഫ് അടിപൊളി. ഫൈറ്റ് സീക്വൻസ് അല്ല, മൊത്തം ഒരു വാർ മൂഡാണ്. സൂപ്പർ കറക്റ്റ് ഒരു നാച്ചുറൽ ലുക്ക് ഉണ്ട്. കാരണം കുറേ നാൾ മുന്നുള്ള കഥയാണ്. അപ്പോൾ അതിൻ്റെ അതേ ഒരു കളർ ഗ്രേഡിങ്ങിൽ കറക്റ്റായിട്ട് അടിപൊളിയായിട്ട് മാസ് എല്ലാം ഉണ്ട്. പിന്നല്ലാണ്ട് നമ്മൾ ഇരുന്ന് ഒരു ഇംഗ്ലീഷ് പടം കാണുന്നവരാണ് ഈ പടം വെറുതെ കണ്ടുവരുന്നത്. അമ്മാതിരി മേക്കിങ്, അമ്മാതിരി ഫ്രെയിമിങ് എല്ലാം, BGM ആണെങ്കിൽ എല്ലാം കിട്ടും. 5. തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഈ സാധനമാണ് ഇപ്പോൾ ഈ ഇറങ്ങിയതിൽ ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും വെടിപ്പായി നിൽക്കുന്നത് ഈ പടം. കാരണം BGM ഒക്കെ ഉണ്ടല്ലോ, BGM സൗണ്ട് മിക്സിംഗ് ഒക്കെ കയറി വരുമ്പോൾ നല്ല രസമായിട്ട് തോന്നുന്നുണ്ട്. ഓസ്ലർ അത് ഒരു ഇമോഷണൽ കഥ. ഇത് ആ ടൈപ്പല്ല. ഇതെന്ന് പറഞ്ഞാൽ മൊത്തം അടി ഇടി വെടി മയം. KGF-നേക്കാളും KGF മയം തന്നെ വരും. അതായത് KGF-നേക്കാളും എന്താ ഇപ്പോൾ എടുത്ത് പറയുന്നത്, അത് കുറച്ച് മറ്റേ വെടിവെപ്പും സംഭവമൊക്കെ കുറച്ച് കൂടുതൽ ഈ പടത്തിലുണ്ട്. എന്തായാലും ധനുഷിൻ്റെ ഒക്കെ നല്ല പെർഫോമൻസ്. അതേപോലെ ശിവരാജ് കുമാർ പുള്ളി നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അതായത് ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ പുള്ളിയുടെ ഒരു റീ എൻട്രി വരും. അതൊക്കെ തിയേറ്ററിൽ നല്ല മസ്റ്റ് വാച്ചുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം.